ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നു. 1954 വെല്ലൂർ CMC ആശുപത്രിയിലെ കുറച്ച് ഡോക്ടർമാർ ഒന്നിച്ച് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ ബസ് അപകടത്തിൽപ്പെട്ടു. നിരവധി ആളുകൾ മരിക്കുവാൻ ഇടയായി. ഡോക്ടർ മേരി വർഗീസ് എന്ന ലേഡി ഡോക്ടർ അപകടത്തിൽപ്പെട്ട് തൻ്റെ നട്ടെല്ല് ഒടിഞ്ഞ് ഏതാനും ദിവസം ബോധരഹിതയായി കഴിഞ്ഞു. തൻ്റെ നട്ടെല്ലിന് നിരവധി സർജറികൾ ചെയ്യേണ്ടി വന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് തന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ ബ്രാൻഡ് അവളുടെ സമീപത്തെത്തി അവളോട് പറഞ്ഞു, ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നിനക്ക് ഒരു വീൽ ചെയറിൽ ഇരിക്കുവാൻ സാധിക്കും. അവളുടെ കണ്ണുകൾ തിളങ്ങി. അങ്ങനെയെങ്കിൽ എനിക്ക് പ്രവർത്തിക്കാനും സാധിക്കും. പരിശീലനം സിദ്ധിച്ച ഒരു തലച്ചോറും ബലമുള്ള 2 കരങ്ങളും ദൈവം എനിക്ക് നൽകിയിട്ടുണ്ടല്ലോ. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറെയാണ് പിന്നീട് ലോകം കാണുന്നത്. അവൾ പ്രസിദ്ധിയായ ഒരു ഡോക്ടറായി മാറി. ഇന്ത്യ ഗവൺമെൻറ് പോലും പ്രശംസാപത്രം നൽകി ഡോക്ടർ മേരി വർഗീസിനെ ആദരിച്ചു. ഇതേക്കുറിച്ച് തൻ്റെ ആത്മകഥയിൽ ഡോക്ടർ മേരി വർഗീസ് എഴുതി, 2 കാലുകൾ നഷ്ടപ്പെട്ടപ്പോൾ ദൈവം എനിക്ക് പറക്കാൻ പകരം 2 ചിറകുകൾ നൽകി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തു ഭവിക്കുന്നു എന്നതല്ല, അവയോടുള്ള നമ്മുടെ സമീപനമാണ് പ്രധാനം. ദുരന്തങ്ങൾ ചിലരെ തളർത്തിക്കളയുമ്പോൾ മറ്റു ചിലർ ഉണർന്നെഴുന്നേറ്റ് ഫലകരമായി ജീവിക്കുന്നു എന്നതുള്ളതാണ് സത്യം. തട്ടാൻ്റെ മൂശയിൽ എത്ര പ്രഹരമേറ്റാണ് സ്വർണ്ണക്കട്ടി മനോഹരമായ ആഭരണമായി മാറുന്നത്. അതുകൊണ്ട് തകർന്നു പോകാതെ, തളർന്നു പോകാതെ ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യരായി മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. സ്നേഹപൂർവ്വം ടിജു വർഗീസ് അച്ഛൻ.